ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ക്ലീൻ ചെയ്തു കേകി വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ ഉള്ളി, 2 തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം എന്നിവ ചതച്ചതും ആ പേസ്റ്റും നമുക്കിതിലേക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് കുരുമുളക് പൊടി ഇടുമ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ടീസ്പൂണോളം, ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. ഞാനിവിടെ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീരെ ഗ്രേവി വേണ്ട, നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ, അത് ഒഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും ചേർക്കാം. പിന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറ്റുന്ന വരെ കുറച്ചൊരു ഗ്രേവിയോട് കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പാർട്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.